ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് മാംഗോയും ബ്രെഡും കൊണ്ട് നമുക്കൊരു ഡിസേർട്ട് ഉണ്ടാക്കാം. അടിപൊളി ഡിസേർട്ടാണ്. ഇപ്പോൾ ചെറിയ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഒന്നുമില്ല, ആർക്ക് വേണേലും കഴിക്കുക. ഇഷ്ടം പോലെ നമ്മൾ കഴിക്കും. അതുപോലൊരു അടിപൊളി ഐറ്റമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല പുളിയില്ലാത്ത നല്ല പഴുത്ത മാങ്ങ വേണം. അതിന് മൽഗോവ മാമ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിന് പുളിയൊന്നുമില്ല, നന്നായിട്ട് പഴുത്ത മാമ്പഴമാണ്. അത് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തിട്ട് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് മിക്സി ജാറിനകത്തിട്ട് നമുക്ക് വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കണം ഇത്. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. അത് അമ്മയുടെ കൈ കൊടുത്താൽ അമ്മ അത് അടിച്ചെടുത്തുകൊണ്ട് വരുവേ. പിന്നെ നമുക്ക് ബ്രെഡ് വേണം. ബ്രെഡ് നമുക്ക് ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. ഇത് ഒരു പിന്നെ റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് എടുക്കാം, ഇങ്ങനത്തെ സ്ക്വയർ ഷേപ്പ് വേണമെങ്കിൽ സ്ക്വയർ ഷേപ്പ് എടുക്കാം. അത് അവരവരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിൽ എടുക്കാമെന്ന് കരുതിയാണ്. നമുക്കത് ചെയ്ത് കൊണ്ടുവരാം. ഞാനിപ്പോൾ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് എടുക്കാമെന്ന് നോക്കിയപ്പോൾ ഇത് ബ്രെഡ് ഇച്ചിരി ചെറുതായിരുന്നു. നമുക്കിത് വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ റൗണ്ട് ഷേപ്പിൽ കിട്ടും. കണ്ടോ, ഈ രീതിയിൽ നമുക്കിതെല്ലാം ബ്രെഡുകളും നമുക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡൊന്നും നമുക്ക് ആവശ്യമില്ല. ഇങ്ങനെ എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് എത്ര വേണോ അത്രയും നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ബ്രെഡെല്ലാം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് എത്ര വേണോ നമുക്ക് അത്രയും എടുക്കാമേ. പിന്നെ നമുക്ക് വേണ്ടിയത് പാലാണ്. ഇപ്പം ഞാനിവിടെ ഒരു 1 ലിറ്റർ പാൽ എടുക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് കുറച്ച് പാലിങ്ങ് മാറ്റണം. എന്തിനാന്ന് ചോദിച്ചാൽ അത് കസ്റ്റാർഡ് പൗഡർ നമുക്കൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നല്ല ഫാറ്റുള്ള കൗ മിൽക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. സ്പെഷ്യൽ ഇതാണ്. അപ്പോൾ അതിനൊരു ശകലം തിക്കുണ്ട്. നല്ല തിക്കായിട്ടുള്ള പാലാണ്, ഒത്തിരി കട്ടി കുറഞ്ഞ പാലൊന്നുമല്ല. അതാണ് സ്പെഷ്യൽ ഹാലാണ് എടുത്തേക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് പാൽ എടുത്തിട്ട് പിന്നെ നമുക്ക് ഇത് തിളപ്പിക്കണം. പച്ചപ്പാൽ കുറച്ച് കോൾഡ് മിൽക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇത്ര മതി. ഒരു 150 ml ഉണ്ട് ഇത്. ഇനി നമുക്കിത് തിളപ്പിക്കാൻ വയ്ക്കാം. പാൽ അവിടെ ഇരുന്ന് തിളക്കട്ടെ. ആ തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് വേറൊരു പണി ചെയ്യാം. ഇതിലേക്ക് ആവശ്യമായ ബ്രെഡിനൊരു ഫില്ലിംഗ് ഉണ്ട്. ആ ഫില്ലിംഗ് നമുക്ക് ചെയ്യാം. ആ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിനകത്തോട്ട് നമുക്കൊരു 2 സ്പൂണ് പാൽ പൗഡർ ഇട്ട് കൊടുക്കാം. മിൽക്ക് പൗഡർ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഫ്രഷ് ക്രീമാണ് വേണ്ടിയത്. ഞാനിപ്പോൾ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാമേ. അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 2 സ്പൂൺ ചേർത്ത് വെച്ചാൽ മതി. ഇപ്പം നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് എടുത്ത് വെച്ചാൽ മതിയേ. നമ്മുടെ ഫില്ലിങ്ങിന് ഇപ്പം ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ചെത്തി വെച്ച മാംഗോ മിക്സിയിൽ അടിച്ചത് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് നമ്മുടെ മാംഗോ പൾപ്പ് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെത്തി അരിഞ്ഞ് വെച്ചിരുന്ന മാംഗോ മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണിത്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാമേ. മിക്സ് ചെയ്ത് നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ പാല് തിളയ്ക്കുന്നുണ്ട്. നമ്മുടെ പാലിന് ആവശ്യമായ പഞ്ചസാരയെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മധുരം ഇട്ടിട്ടില്ലായിരുന്നു. ആ മധുരം എല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇത് നമ്മുടെ ബ്രെഡിൻ്റെ ഫില്ലിംഗ് ആണ്, ബ്രെഡിനകത്ത് വയ്ക്കാനുള്ള ഫില്ലിംഗ് ആണ്. ഇത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് പാലിനകത്ത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കസ്റ്റർഡ് പൗഡർ എല്ലാം ചേർക്കണം അതിനകത്തോട്ട്. നമ്മുടെ പാല് നന്നായിട്ട് ഇവിടെ തിളയ്ക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒന്ന് സിമ്മിൽ വെച്ചതാണ്. നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇച്ചിരി മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്നുകൂടെ ഇളക്കിയിട്ട് പിന്നെ നമുക്ക് നമ്മുടെ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ഇവിടെ ബോയിലായിട്ടുണ്ട് പാല്. നല്ല കട്ടിയുള്ള പാല്, ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കോൾഡ് മിൽക്കിലേക്ക് നമുക്ക് കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ പാലിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കസ്റ്റർഡ് പൗഡർ ചേർക്കുന്നതിന് മുൻപ് ഞാൻ ശകലം മിൽക്ക് മെയ്ഡും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നന്നായി ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമ്മുടെ കസ്റ്റർഡ് പൗഡർ മിശ്രിതം നമ്മൾ ഒഴിക്കുന്നതിന് മുൻപ് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പൊ കളറൊക്കെ അവരവരുടെ ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാം. ഫുഡ് കളർ വേണമെങ്കിൽ ശകലം കൂടെ ചേർത്ത് കൊടുക്കാമേ. ഒത്തിരി അങ്ങ് പിന്നെ തിക്കാകണ്ട നമുക്ക്. നമുക്ക് ഈ കൺസിസ്റ്റൻസി മതിയേ. നമുക്കിവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് തണുക്കട്ടെ. അതിനകം നമുക്ക് ബാക്കി കാര്യപരിപാടിയിലേക്ക് പോകാമേ. ഇപ്പം ഞാൻ സ്റ്റൗ ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് മതി. ഇനി ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയാകും. ഇപ്പം ഞാൻ ഈ ട്രേയിലിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ബ്രെഡ് പീസ് ഉണ്ടല്ലോ, ഓരോന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ മാമ്പഴം, മിൽക്ക് പൗഡർ, ക്രീം, ആ ഫില്ലിങ് നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ നടുക്കോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. നമുക്ക് എത്ര വേണോ നമുക്ക് അത്രയും നമുക്ക് എടുക്കാം. ഇങ്ങനെ ഇനി ഒരു ബ്രെഡ് വെച്ച് നമ്മളിത് കവർ ചെയ്യണം. ഇങ്ങനെ കവർ ചെയ്ത് വെച്ച് നമുക്ക് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യാം. നമുക്കെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കുക. ഇപ്പം മാമ്പഴത്തിൻ്റെ സീസണല്ലേ, നല്ല സീസണല്ലേ. അപ്പം നല്ല നല്ല മാമ്പഴങ്ങൾ, നല്ല ടേസ്റ്റുള്ള മാമ്പഴങ്ങൾ കിട്ടും. അതൊക്കെ മേടിക്കണം. പിന്നെ പുളിയുള്ള മാമ്പഴം എടുക്കരുത്. അങ്ങനെ നമ്മുടെ മാമ്പഴമെല്ലാം ഞാൻ ബ്രെഡെല്ലാം ഇങ്ങനെ എടുത്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് വണ്ണാണ്. ഇപ്പം ഫില്ലിങ് എല്ലാം നമുക്ക് എത്ര വേണോ അത്രയും വെക്കാം. അങ്ങനെ നമ്മുടെ ട്രേക്കകത്തോട്ട് ഞാൻ എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ഫില്ലിങ് എല്ലാം റെഡിയാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കസ്റ്റർഡ് മിൽക്ക്, അത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ശകലം ചൂടിരുന്നാലും കുഴപ്പമൊന്നുമില്ല.
ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അടിപൊളിയല്ലേ? നല്ലതായിട്ട് സോക്കാകണം. അതിനുവേണ്ടി നമുക്ക് ഇച്ചിരി ഏറച്ച് ഒഴിച്ചു കൊടുക്കാം, നിറയെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കെല്ലാ ഇതിൻ്റെ മുകളിലും കുറേശ്ശെ മാംഗോ പൾപ്പ്, ഞാനത് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. നല്ല മധുരമുള്ള മാമ്പഴം എടുക്കാവുള്ളൂ, പുളിയുള്ളത് എടുക്കരുത്, പ്രത്യേകം പറയുകയാണ്. പുളിയുള്ള മാമ്പഴം എടുത്താൽ അത് പുളിക്കും നന്നായിട്ട്. പുളി ഇല്ലാത്തത് നോക്കി എടുക്കണം. അപ്പോൾ ഡെക്കറേഷനൊക്കെ അവരവരുടെ ഇഷ്ടത്തിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇച്ചിരി നട്ട്സ്, ബദാം അത് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്ത ബദാം. ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇടാം. പിന്നെയും പറയുക, അടിപൊളി ടേസ്റ്റ് ആകട്ടെ. എല്ലാവരും ചെയ്ത് നോക്കണേ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓരോ മാംഗോ പീസും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ ഏതായാലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാനുള്ള ചാൻസ് കിട്ടിയായിരുന്നു. തണുപ്പിച്ചെടുത്തിട്ടുണ്ട്, ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതിനി സെർവ് ചെയ്യാം. നമുക്ക് ടേസ്റ്റ് നോക്കണ്ടേ എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ കസ്റ്റാർഡ് മിൽക്കിനകത്ത് നമ്മുടെ ബ്രെഡെല്ലാം നല്ല സോക്കായിട്ട് സൂപ്പർ ടേസ്റ്റാ. മാമ്പഴത്തിൻ്റെ മധുരവും അകത്തെ ആ ഫില്ലിങ്ങും ഒന്നും പറയാനില്ല. അങ്ങനെ നമ്മുടെ ബ്രെഡ് മാംഗോ ഡിസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.